എന്നും ഒരു രീതിക്ക് മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മങ്കട മീനാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് നെമ്മീൻ വെച്ചിട്ട് ചെയ്താണ് ടേസ്റ്റ് കേട്ടോ. എന്നാലും എനിക്കൊന്ന് ചെയ്ത് നോക്കണമെന്ന് തോന്നി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് മീനൊക്കെ നന്നായിട്ട് പുരട്ടിയെടുത്തു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതാകുമ്പോൾ വലിയ എരിയില്ലല്ലോ. അപ്പോൾ മീനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട്, ഒരുപാട് ഫ്രൈ ആവാൻ പാടില്ല, അത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മീനൊക്കെ എടുത്ത് കോരിയ അധികം വന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിനൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 2 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവാളയും പച്ചമുളകും കൂടെ ചേർത്താണ് കേട്ടോ. അപ്പോൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. സവാള വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ വീണ്ടും പൊടികളൊക്കെ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികൾ, കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെരുംജീരകം ഉപയോഗിക്കുക. ഞാനിവിടെ പെരുംജീരകം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് ആ പച്ചമണമൊക്കെ പോയിട്ട് വെള്ളം ഒഴിക്കുക. പിന്നെ 2 തക്കാളിയുടെ പേസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി അതിനകത്ത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് അതിനെ തിളപ്പിക്കുക. ശേഷം നമ്മൾ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, ആ ഒരു മീൻ കഷ്ണങ്ങളെ പെറുക്കി അതിലേക്ക് ഇടുക. ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പം തന്നെ കഴിക്കാനായിട്ട് തോന്നില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു കറികളും ഇല്ലെങ്കിലും ചോറ് കഴിക്കാൻ എളുപ്പമാണ്.